കൊതുകുകളും കൊതുകുജന്യ രോഗങ്ങളും എന്നും നമ്മുടെ പേടി സ്വപ്നമാണ്. തിരക്കുകൾ ഒക്കെ കഴിഞ്ഞ് സമാധാനമായി കുറച്ചു സമയം ചിലവഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എവിടുന്നെങ്കിലും കൊതുകുകൾ മൂളിപ്പാട്ടും പാടി പറന്നെത്തുന്നത്. പിന്നെ അങ്ങോട്ട് അതിന്റെ മൂളലും കടിയുമൊക്കെ സഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴെങ്കിലും നാം ചിന്തിക്കാറുണ്ട്, ഈ ക്ഷുദ്രജീവി ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറിയാലോ എന്ന്. കൊതുകിന്റെ ശല്യമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടോ? ഉണ്ടായിരുന്നു 2 പ്രദേശങ്ങൾ. പക്ഷേ അതിലൊരിടത്തേക്ക് മൂളിപ്പാട്ടും രോഗങ്ങളുമായി കൊതുകുകൾ പറന്നെത്തിയിരിക്കുന്നു. ഐസ്ലാൻഡും അന്റാർട്ടിക്കയുമായിരുന്നു കൊതുകുകൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങൾ. എന്നാലിപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഐസ്ലാൻഡിൽ കൊതുകുകളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഐസ്ലാൻഡിലെ റെയ്ക്യാവിക്കിന് വടക്ക് വശത്തുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് കൊതുകുകളെ കണ്ടെത്തിയത്. അങ്ങനെ കൊതുകുകൾ ഇല്ലാത്ത രാജ്യമെന്ന പദവി ഐസ്ലാൻഡിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബിയോൺ ജാറ്റാൽസൺ എന്ന പ്രാണിപ്രേമിയാണ് തന്റെ പൂന്തോട്ടത്തിൽ കൊതുകിനെ കണ്ടെത്തിയത്. വീണിൽ മുക്കിയ തുണി കൊണ്ടുള്ള സ്ട്രിപ്പുകൾ പൂന്തോട്ടത്തിൽ കെട്ടിയിട്ട് നിശാശലഭങ്ങളെയും പ്രാണികളെയും ഒക്കെ ആകർഷിക്കുന്ന കെണികൾ തയ്യാറാക്കുകയായിരുന്നു അദ്ദേഹം. ആ കെണികളിലേക്ക് കൊതുകുകൾ ആകർഷിക്കപ്പെട്ട് എത്തുകയായിരുന്നു. ജാൽറ്റാസൺ ഇക്കാര്യം തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയും ഐസ്ലാൻഡിലെ നാച്ചുറൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കീടശാസ്ത്രജ്ഞനായ മാറ്റിയാസ് ആൽഫ്രസിനെ വിവരമറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ക്ഷണിക്കപ്പെടാതെ വന്നെത്തിയ അതിഥികൾ കൊതുകുകളാണ് എന്നത് സ്ഥിരീകരിച്ചത്. കുലിസിറ്റ അനുലിറ്റ എന്ന ഇനം കൊതുകുകളെയാണ് കണ്ടെത്തിയത്. ചൂട് കാലാവസ്ഥയിൽ ജീവിക്കുന്ന കൊതുകുകളിൽ നിന്ന് വ്യത്യസ്തമായി തണുപ്പ് കാലാവസ്ഥയിൽ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും എന്നതാണ് പ്രത്യേകത. കൊതുകുകൾ എങ്ങനെ അവിടെ എത്തി എന്നതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലെന്നും ഐസ്ലാൻഡിൽ കൊതുകുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വസന്തകാലത്ത് കൂടുതൽ നിരീക്ഷണം ആവശ്യമാണെന്നും വിദഗ്ധർ കരുതുന്നു. അങ്ങനെ കൊതുകുകൾ ഇല്ലാത്ത രാജ്യങ്ങളുടെ എണ്ണം 2-ൽ നിന്നും 1 കുറഞ്ഞിരിക്കുകയാണ്. കൊതുകുകൾ ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ അന്റാർട്ടിക്ക മാത്രമാണ് ഇപ്പോൾ ആകെ ശരണം.